മോനുവേ മോനു വാ എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേറ്റേ മുത്തേ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പള്ളിയിൽ പോവാം. എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് വരാട്ടോ. കൊള്ളാം. ചേരൂ. ജിൻസിക്കുട്ടി കൊണ്ടു തന്ന കമ്മലായത്. എന്റെ കാതിന് പോണില്ലേ, കാണാനില്ല. ഇറങ്ങാ. ഇന്ന് നമ്മുടെ പഴയ പള്ളി വെച്ചാണ് കുർബാന. സൺഡേ സ്കൂളും അവിടെ വെച്ചാണ്. വാ. പള്ളിയിലെ കഴിഞ്ഞ് വന്ന് മോനിക്കുട്ടന് സൺഡേ സ്കൂളുണ്ട്. പിന്നെ ഇന്ന് എന്താ അവിടെ സെമിത്തേരിയിൽ ധൂപ പ്രാർത്ഥനയുണ്ട്. നമുക്കിവിടെ സെമിത്തേരിയിൽ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിനി പോരുന്നു. മോനിക്കുട്ടൻ സൺഡേ സ്കൂളിൽ നിൽക്കുന്നു. പിന്നെ രാവിലെ കഴിക്കാൻ ഒന്നുമില്ല. മുത്തിന് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് ഞാനങ്ങോട്ട് അവന് വിശക്കുന്നതെന്നും പറഞ്ഞു കേട്ടോ. എനിക്ക് ചായ വല്ലതും ഇട്ട് കുടിക്കാൻ പോവാം ഞാൻ. പിന്നെ നമുക്ക് 2 കഷ്ണം കേക്ക് കഴിക്കാം. എനിക്കതൊക്കെ മതി. പിന്നെ ഉച്ചക്കലത്തേക്ക് മീൻ കറി വെക്കണം, മോര് കറി വെക്കണം, പിന്നെ എന്തെങ്കിലും ഒരു തോരനും വെക്കണം. അപ്പോൾ അതിൻ്റെയുള്ള പരിപാടികളിലേക്ക് കടക്കട്ടെ. കുറച്ച് തുണികൾ കഴുകാനുണ്ട്. പക്ഷേ ഇന്നലെ വാഷിംഗ് മെഷീൻ ഓണാക്കിയപ്പോൾ അതിനെന്തോ ഒരു കംപ്ലൈൻറ്റ്. വെള്ളം അങ്ങോട്ട് സ്റ്റോർ ചെയ്യുന്നില്ല. കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം നമ്മളിങ്ങനെ അത് നിറയത്തില്ല. അതിപ്പോൾ അങ്ങോട്ട് നിറയാതെ ഇങ്ങനെ ലീക്കാവുന്നു. അതെന്താണെന്ന് അറിയത്തില്ല. ഇന്നലെ പകുതി വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ്. ഇനി അത് ശരിയാക്കിയാലേ തുണി കഴുകി നടക്കും. ഇതൊന്ന് നോക്കട്ടെ. പിന്നെന്താണ്, അപ്പോൾ ഞാൻ എൻ്റെ പണികളിലേക്ക് കടക്കട്ടെ. ഡ്രസ്സൊക്കെ മാറട്ടെ. ഞാൻ പറയാൻ വന്നത്, നമ്മൾ വീട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇത് പില്ലർ കെട്ടാൻ വേണ്ടി കുഴി എടുത്തിട്ടേക്കോ. അപ്പം അവിടെ ഒരു മാവ് നിൽപ്പുണ്ട്. അങ്ങേ സൈഡിൽ, അങ്ങേ അറ്റത്ത് ഈടിയറമ്പിലൊരു മാവുണ്ട്. അതങ്ങോട്ട് വെട്ടിക്കളയാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അത് പിന്നെ ഒരു വലിയ പ്രശ്നമാവും. അപ്പോൾ അതിന് ആൾ വന്നിട്ടുണ്ട്. മരം മുറിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ബുധനാഴ്ച ആയിരിക്കും നമ്മുടെ വീടിൻ്റെ പണി തുടങ്ങുന്നത്. അതൊക്കെയാണ് ഇന്നത്തെ പറയാനുള്ള വിശേഷങ്ങൾ. എൻ്റെ പ്രിയങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം നിങ്ങളിൽ പലരും പറയുന്ന നല്ല വാക്കുകൾ എന്താ പറയുന്നത്, നല്ല ധൈര്യം തരുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നടക്കും എന്നൊരു വാക്ക് നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ. അപ്പോൾ നിങ്ങളിൽ പലരും അങ്ങനെ പറയുമ്പോൾ അത് വലിയ പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവാനുഗ്രഹം നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിലും കൂടെ ഉണ്ടാവട്ടെ. അപ്പം ഞാൻ ഡ്രസ്സ് മാറ്റേ.
ഇഞ്ചി ചായ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇഞ്ചി ചായ എന്തോ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് വേണ്ട. ഞാൻ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ കേക്ക് ഇതുവരെ മുറിച്ചില്ല കേട്ടോ. കേക്ക് മുറിക്കാം. എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ സമ്മാനിച്ചതാണ്. അതുകൊണ്ട് ഒരുപാട് ഇഷ്ടത്തോടെ ഞാനിത് മുറിക്കാൻ പോകട്ടോ. ഒത്തിരി സന്തോഷത്തോടെ കട്ട് ചെയ്ത് കഴിക്കട്ടെ. മാർബിൾ കേക്ക് അപ്പം കഴിക്കട്ടെ. ചായ ഭയങ്കര ചൂടും വെയിലും. മരമൊക്കെ മുറിച്ച് മാവായിരുന്നു കേട്ടോ. അത് നമ്മുടെ താഴെയുള്ള ഒരാളിനോട് ചോദിച്ചു വേണമെന്ന്, വിറകിന് വേണ്ടിയിട്ട്. അവരത് വന്ന് എടുത്ത് മാറ്റുന്നേ. അവർക്ക് വേണമെന്ന് പറഞ്ഞു എടുത്തുകൊണ്ട് പോന്നു. പിന്നെ ഞാൻ ഇങ്ങോട്ട് പോരുന്ന നോക്കാൻ പോയത്. മരം മുറിച്ചതോ ഞാനിവിടെ ഇരിക്കുമല്ലോ എന്ന് കണ്ടില്ല. പിന്നെ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയൊക്കെ എടുക്കുമായിരുന്നു. ഉള്ളി, ഇഞ്ചിയും, പിന്നെ ഒരു ബീറ്റ്റൂട്ട് കിടപ്പുണ്ട്. തോരനും വെക്കാം, മോര് കറി വെക്കാം എന്നൊക്കെ വിചാരിച്ചു. രാവിലെ ഒന്നും കഴിച്ചില്ല. ഉച്ചയ്ക്കെങ്കിലും കറക്റ്റ് സമയത്ത് കഴിക്കാം. പിന്നെ ഇച്ചിരി നേരം എനിക്ക് ഉറങ്ങണം ഇന്ന്. അത് കഴിഞ്ഞോളൂ ബാക്കി പരിപാടി. പിന്നെ ഇന്ന് വൈകിട്ട് മുറ്റമല്ലോ ഒന്ന് തൂക്കണം. കരിയിലയാണേ. പിന്നെ വേറെന്താ, ഇപ്പം ഞങ്ങളവിടെ ചെന്നപ്പോൾ വലിയൊരു പന്നി അതുവഴി ഓടിപ്പോന്നു റോഡിൽ കൂടെ. ഞാൻ വിചാരിച്ചു ഈ ക്രാവുമല്ലോ ആയിരിക്കും, അത്രയും വലുത്. ക്രാവ് എങ്ങാണ്ട് കയറഴിച്ച് ഓടിപ്പോവാന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ക്രാവല്ലായിരുന്നു, പന്നിയായിരുന്നു. പന്നിക്കൂട്ടൻ, ഗുണ്ടുമണി ഒരു പന്നി. മീന് ഞാൻ രാവിലെ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ടാ പോയത്. ഇപ്പൊ തണുപ്പൊക്കെ മാറി സെറ്റായിരിപ്പുണ്ട്. എളുപ്പം കറി വയ്ക്കും. ചെലവ് കുറഞ്ഞ വീടിന്റെ പ്ലാനും അങ്ങനെയുള്ള ആൾക്കാരുടെ ഫോൺ നമ്പറും ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. നമ്മള് ഇപ്പം അങ്ങനെയുള്ള പല വീഡിയോസിലും കാണുന്ന നമ്പറിലൊന്നും വിളിച്ചാൽ കിട്ടത്തില്ല. പിന്നെ അവർക്ക് ലൊക്കേഷൻ പറ്റത്തില്ല, അങ്ങനെ പറയും. ഞാൻ ആരെയും വിളിച്ചില്ല. വിളിച്ചവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അപ്പം വിശ്വാസയോഗ്യമായിട്ട് ചെയ്തു തരുമെന്നുള്ള ഒരാളിനെ നമ്മൾ ഏൽപ്പിച്ചു. അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് വിചാരിച്ചു. നമുക്ക് പിന്നെ ഒരുപാട് വലിയ ഡിസൈൻ ചെയ്ത് അങ്ങനെയൊന്നുമുള്ള വീടല്ലല്ലോ. നമുക്ക് അത്യാവശ്യം കഴിഞ്ഞു കൂടി പോകാൻ എങ്ങനെയെങ്കിലും ഒന്ന് പണി തീർത്ത് കിട്ടിയാൽ. പിന്നെ ചിലവ് കുറയുന്നത് മാത്രമല്ല, നമ്മൾ ഒരു കെട്ടുറപ്പുള്ള വീട് വേണമല്ലോ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടി ഉണ്ട്. വെക്കുന്നത് നല്ല ഉറപ്പോടെ ആയിരിക്കണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, വീടിൻ്റെ ബാക്ക് സൈഡ് ഇതാണ്
കാട്ടുകല്ല് കൊണ്ട് കെട്ടി ഈടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഈടിയുടെ ബലത്തിൽ വീട് വെക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. വസ്തുവിന് വീതിക്കുറവുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കുന്ന വീടാണ്. അങ്ങനെ നമ്മുടെ പ്രയാസം കണ്ട് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും തള്ളിക്കളഞ്ഞല്ല. നമ്മൾ ഓൾറെഡി പണി ഏൽപ്പിച്ചു കേട്ടോ. ബുധനാഴ്ച തുടങ്ങും. പിന്നെ അങ്ങോട്ട് അവർ ഷടേന്ന് പണി തീർത്ത് തരും. നമ്മൾ റെഡി മണിയായിട്ട് ക്യാഷ് കൊടുത്താൽ മതി. ഞാൻ വീട് പണിയുടെ കാര്യം നമ്മൾ പ്ലാൻ ചെയ്ത് എങ്ങനെയെങ്കിലും നടത്താം എന്നൊക്കെ തീരുമാനിച്ച സമയത്ത് ആങ്ങളെ എന്നോട് പറഞ്ഞു, വീഡിയോയിലൊന്നും പറയണ്ട, അഥവാ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ലെങ്കിലോ, നടത്താൻ പറ്റിയില്ലെങ്കിലും. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ അമ്മക്കിളി എന്നുള്ള ഫാമിലിയിലെ വീഡിയോസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പോലെ തന്നെയാണ്. അപ്പോൾ അവരോട് നമുക്ക് മറച്ചു വെച്ച് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഡെയിലി വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ വീട് മാറുമ്പം അവർക്കറിയാമല്ലോ അതെന്താ അങ്ങനെ പോയേ മാറിയ എന്താ എന്നൊക്കെ ചോദിക്കത്തുള്ളൂ. പിന്നെ ഇതിലൊന്നും നമുക്ക് നമ്മുടെ സാമ്പത്തികമോ നമ്മുടെ സാഹചര്യം അനുസരിച്ച് ചിലപ്പോൾ നമ്മൾ പൂർത്തീകരിക്കും, അല്ലെങ്കിൽ നമ്മളത് അവിടെ വെച്ച് നിർത്തും. അതൊക്കെ നമ്മുടെ ഇതുപോലെ ഇരിക്കും. അതിനൊന്നും ഒരു കുറവും ഞാൻ വിചാരിക്കുന്നില്ല. അതൊന്നും വലിയ നാണക്കേടായിട്ടും ഞാൻ വിചാരിക്കത്തില്ല. കാരണം നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളവരെന്ത് പറയും, അവരെന്ത് കരുതുമെന്നോർത്ത് നമ്മളങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാനിത് ഷെയർ ചെയ്യും. കാരണം ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്, ഇത്രമേൽ നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുള്ളവർ. അപ്പോൾ അവരോട് പറയണ്ട. അതൊരു പേടിയാണ്, തീർക്കാൻ പറ്റുമോ, പൈസ റെഡിയാകുമോ എന്നൊക്കെ ഉള്ളത് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളേ. ഇവിടെ ഇരുന്നപ്പോൾ ഇച്ചിരി കാറ്റുണ്ട്. അടുക്കളയോട്ട് കയറിയ പിന്നെ അങ്ങ് ചൂടാ. നമുക്ക് മീൻകറി വയ്ക്കാം. ചട്ടി അടുപ്പ് വെച്ചിട്ട് ചുവന്നുള്ളി എടുക്കാൻ പോയി ചട്ടി അങ്ങ് ചൂടായി. അതിൻ്റെ ഒരു ചുമയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി തീരാറായി. മുളക് പൊടി ഞാൻ വണ്ണം വെച്ചു എൻ്റെ പ്രിയങ്ങളെ കേട്ടോ. എൻ്റെ ഡ്രസ്സ് ഇടുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല ഞാൻ വണ്ണം വെച്ചു. മരുന്നിൻ്റെ ആണോ ആഹാരത്തിന്? ആഹാരം ഞാൻ അങ്ങനെ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ കാണുന്നതല്ലേ ഞാൻ കഴിക്കുന്നേ. ഞാൻ വിളമ്പുന്ന ചോറൊക്കെ നിങ്ങൾ കാണുന്നില്ലേ. ഇനിയിപ്പോൾ എന്താ, അന്നേരം എല്ലാവരും എന്നോട് പറയും ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്നതിന്. ചോക്ലേറ്റ് ഒന്നും ഞാൻ കഴിക്കത്തില്ല. ഈ പറയുന്ന പോലെ ജ്യൂസ്, അത് മധുരമില്ലാതെ ജ്യൂസ് കുടിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. വല്ലപ്പോഴും ഒക്കെ ഉള്ളു, ഡെയിലി ജ്യൂസ് ഒന്നും കുടിക്കുന്നില്ല. പിന്നെ എന്താ കഴിക്കുന്നത്, കപ്പലിൻ്റെ മിഠായി, എന്താ എള്ളുണ്ട, അങ്ങനെയൊക്കെ ഉള്ളത് ഇടയ്ക്ക് കഴിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒഴിവാക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ പറയും, എനിക്കറിയും. ബേക്കറി ഐറ്റംസ് ഒക്കെ ഒഴിവാക്കണം. അതാണോ ഈ മരുന്നിന്റെ ഇപ്പൊ നമ്മള് പുതിയ മരുന്നുകളൊക്കെ തുടങ്ങിയല്ലോ, അതിന്റെ ആണോന്ന് അറിയത്തില്ല. എന്ത് തന്നെ ആയാലും വീർത്ത് വീർത്ത് ദീപക്കുറ്റി പോലെ ആയി. ഇച്ചിരി ചാറ് തന്നെ കറി വെക്കും. മുത്ത് 28-ാം തീയതി തിരിച്ചു പോകും കേട്ടോ. 28-ാം തീയതിയൊക്കെ ടിക്കറ്റ് കിട്ടിയിരുന്നു. മോനിക്കുട്ടൻ അവന്റെ ബർത്ത്ഡേക്ക് അച്ചാച്ചൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമാണ്. പക്ഷെ എന്തോ ഞാൻ അത്രയും ദിവസമൊക്കെ ക്ലാസ് കളഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ 3 ദിവസത്തെ ക്ലാസ് പോകുന്നുണ്ട്. ഇവിടെ ഒരു ആവശ്യങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ നിർത്തിയത്. ബീട്രൂട്ടും ക്യാരറ്റും ഒന്ന് അരിഞ്ഞ് തരാമോ എന്ന് മോനിക്കുട്ടനോട് ചോദിക്കാം. എനിക്ക് വയ്യ. എടുക്കുമ്പോഴെല്ലാം എനിക്ക് പുളി കൊണ്ടുത്തന്ന ആളിനെ ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ. പേരൊന്നും പറയരുതെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഞാൻ മിണ്ടുന്നില്ലെന്നേ ഉള്ളു. എനിക്ക് പ്രശ്നമൊന്നുമില്ല.
ഞാൻ മോരുകറി വെക്കുന്നത് എങ്ങനെയാണെന്ന് ആരോ ചോദിച്ചു. ഞാൻ മോരുകറി വെക്കുന്ന വീഡിയോ നേരത്തെയൊക്കെ ഇട്ടായിരുന്നു. ഇതറിയാത്തവരുണ്ടോ എന്നൊക്കെ ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഇച്ചിരി ധൈര്യം ഇരിപ്പുണ്ട്, മോരുകറി വെക്കണം, വേറെ ഒഴിച്ചു കൂട്ടാനൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോ ഇടാം കേട്ടോ, ഞാനെങ്ങനെയാണ് മോരുകറി വെക്കുന്നത്. ഒരു ഓമയ്ക്ക വഴുത്ത് നിൽപ്പുണ്ട്, ശരിക്കും വഴുത്തില്ല, ഒരു മഞ്ഞ കളറായിട്ടുണ്ട്, നമുക്ക് അടർത്തി വെക്കണം. എന്തോ എടുക്കും മോനിക്കുട്ട? വന്നപ്പോഴേ പെയിന്റിങ് കൊണ്ടിരിക്കുക. എന്താ കഴിച്ചു പള്ളിയിൽ? എന്താ ഇഡലിയോ? എന്താ സാമ്പാറോ? അവിടെ എല്ലാം പെയിന്റ് ഓരി ഒഴിക്കാൻ അവിടെ ഇരിക്കുന്നത്. അവിടെ എല്ലാം പെയിന്റ് വീഴും. ആര് തുടയ്ക്കും? നീ തുടയ്ക്കുവോ? അതവിടെ ഉണങ്ങി വൃത്തികേടായിട്ട് കിടക്കും. മീൻകറി അടുപ്പയിലായി. ഒരാള് തോരനരിയുന്നുണ്ട്. സവാള ഞാൻ അരിഞ്ഞോളാം, അതെല്ലാം അരിയണ്ട കേട്ടോ. കേട്ടോ, മോര് കാച്ചു കേട്ടോ. മീൻകറി ആയി, മോര് കാച്ചണം, തോരനും വെക്കണം, എന്നിട്ട് നമ്മൾ ചോറ്. ഇതാണ് പെയിന്റ് അടിച്ചേക്കും കേട്ടോ. ലവ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതും കൊള്ളാം അല്ലേ? മോനിക്കുട്ടൻ്റെ കലാവിരുത് ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് ചെയ്യണേ. ഇരിക്കട്ടെ, ഉണങ്ങട്ടെ. മോരുകറിയൊക്കെ റെഡിയായി. പിന്നെ തോരൻ വെക്കാനുള്ളത് മുത്ത് അരിഞ്ഞു വന്നിട്ടുണ്ടേ. നമുക്കിനി അത് കടുക് വറുത്ത് അതും കൂടി അങ്ങോട്ട് ഇടാം. കടുക് വറുത്ത് അതിനകത്തോട്ട് ഇട്ട് ചോറിനോ? മോനിക്കുട്ട മീൻകറി വേണോ? 2 തലമ്മ 4 എണ്ണം എടുത്ത് 2 കറപ്പും. മോനിക്കുട്ട മായക്കോ ചോറുണ്ണാൻ, അത്യാവശ്യം ചോറ് വേണ്ട. കയ്യില്ല. അതൊക്കെ ചില സമയത്തേക്കേ എന്താ കേട്ടില്ലേ? സമയം അവർ പറയും. മോനിക്കുട്ടൻ ഒരു കുഞ്ഞ് തവി എടുത്ത് വെച്ചിട്ടുണ്ട് ചോറ് വിളമ്പാൻ. ഇനിയിപ്പോൾ അതുകൊണ്ട് അങ്ങ് വിളമ്പാം. ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ഉള്ള തോരൻ. അപ്പുറത്ത് മീനൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നേ. അമ്മയോട് ചോറുണ്ണാൻ പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ മീൻകറി കൊടുത്തു വിട്ടു. ഇച്ചിരി മോര് കറിയും കൂടെ ഒഴിക്കാം. മോര് കറി ഇളക്കി അങ്ങോട്ട് എടുക്കാം. ചോറുണ്ണട്ടെ, വിശക്കുന്നു. രാവിലത്തെ ഭക്ഷണം നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പം കഴിക്കട്ടെ കേട്ടോ. ഒരാൾ ചോറുണ്ട്, കയ്യും കഴുകി ഞാൻ വന്നപ്പോഴത്തേക്ക്. ഞാൻ തന്നെ ഇരുന്ന് കഴിക്കണം. ചോറൂണൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം ഒതുക്കി പെറുക്കി വെച്ചിട്ട് പാത്രം കഴുകി ഒന്ന് കിടക്കാം കേട്ടോ. എനിക്കിതിങ്ങനെ വെച്ചിട്ട് കൊച്ചു കൊച്ചു പാത്രങ്ങളിൽ ഒഴിച്ച് അല്ലെങ്കിൽ എടുത്ത് അടച്ച് വെച്ചിട്ട് പോകണം. നമ്മൾ ഇപ്പൊ തോരനാണെങ്കിൽ മോര് കറിയൊക്കെയാണെങ്കിലും ഈ വെക്കുന്ന പാത്രത്തിൽ ഇങ്ങനെ വെച്ചേക്കത്തില്ലേ, അതെനിക്കിഷ്ടമാണ്. എനിക്കിങ്ങനെ മാറ്റി വെക്കണം. മീൻ
ഇന്നൊക്കെ തീർന്നില്ലെങ്കിൽ നാളത്തേക്കൊക്കെ നമ്മളെടുത്ത് കൊച്ചു പാത്രങ്ങളിൽ മാറ്റി വയ്ക്കും കേട്ടോ. പാത്രം കഴുകൽ ഒരു വലിയ ജോലിയാണ്. പാത്രം കഴുകിയത് ഞാൻ ചാച്ചാൻ ധൃതി വെച്ച് നിൽക്കുക. പാത്രവും കഴുകി ഇവിടെ എല്ലാം തുടയ്ക്കണം. തുടച്ചിട്ട് കിടക്കാം എന്ന് വിചാരിച്ചു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കുറച്ചുണ്ട്, അതൊക്കെ എടുത്ത് വെക്കട്ടെ. അവർ രണ്ടുപേരും കൂടെ ലാപ്ടോപ്പെ പണിയും. ക്ലീനിങ് എല്ലാം കഴിഞ്ഞു, പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞ് ഇനി ഞാൻ കിടക്കാൻ പോവാണ് കേട്ടോ. കിടന്നിട്ടേ ഉള്ളു ബാക്കി കാര്യം. ഞാൻ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്, ഇനി അങ്ങ് കിടക്കാം. ഞാനൊന്ന് ഉറങ്ങാൻ കിടന്നു. എൻ്റെ ഉറക്കം തികയുന്നതിന് മുമ്പേ ദേ രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് എങ്ങാണ്ട് പോണമെന്ന്. എവിടെ? കണ്ണൂരോ? തോടോ ആറോ കുളോ ഏതാണ്ടുണ്ട്, അവിടെ പോണമെന്ന് പറഞ്ഞ് വന്ന് കിടക്കുവാണ് കേട്ടോ. ബീച്ച കിടന്ന് കളയും. ഞാൻ മുങ്ങിപ്പോവും ചെലപ്പോ. കാറ്റിനെ കൊണ്ടുപോകണ്ട. ഒത്തിരി പോണോ? വലിയ ദൂരം ആളും പേരും ഒക്കെ ഉള്ളട വന്നു. ഇല്ല, ശവം പോലെ അവിടെ ചുമ്മാ അമ്മേ പല ആഴത്തും വീഴാൻ വീഴും. ഇന്നലെ ഉണ്ടല്ലോ അപ്പവും മുത്തും കൂടി ഇവിടെ കണ്ട് തോട്ടിലോ കുളത്തിലോ കണ്ട് പോയെന്ന് പറഞ്ഞു. അവിടെ ഞങ്ങളെ കൊണ്ടുപോകാന്ന് പറഞ്ഞ്. ചുമ്മാ എവിടാണെന്നും എനിക്കറിയത്തില്ല, പോയിട്ട് വരാം. പോയേച്ചും വരാം. ലൈറ്റ് ഇടണോ? വേണ്ടല്ലോ. നമ്മള് പോണ വഴി കണ്ടോ? വഴിയൊക്കെ നല്ല വഴിയാ, പക്ഷെ റോഡ് പറയുന്നില്ലേ ഇതൊരു ഭൂമിയാണ്. ഒന്ന് ഇറങ്ങി വരാവോ? തെന്നല്ലേ? ഏതോ ഒരു പ്രേത ഏരിയ എനിക്കറിയത്തില്ല. ചേട്ടാ പാറയും റബ്ബറും മനുഷ്യരെ ഒന്നും കാണാനില്ല. ഇതുവഴിയൊക്കെ എങ്ങനെ ഇറങ്ങും? ഇറങ്ങിപ്പോ, നീ ഇറങ്ങിപ്പോ. ഞാൻ ഇറങ്ങിക്കോളാം, നീ എന്നെ പിടിച്ചാൽ ഞാൻ വീഴും. പോടാ. ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നു? ഇങ്ങോട്ട് വന്ന വഴിയൊന്നും പറയാം. അയ്യോ, ഇറങ്ങിപ്പോവാ. തിരിച്ചു കയറുന്ന എങ്ങനെ? അല്ലെ പിന്നെ ഇവിടെ അങ്ങ് കിടക്കണം. ഇവിടെ മനുഷ്യരാരും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഇവിടെ വരുന്നത്? നിങ്ങൾക്കല്ലേ വരുത്തുള്ളൂ. അയ്യോ ദൈവമേ, ഇവിടെ മഴ സമയത്ത് ഓരോണ്ട് നല്ല ഇതായിരിക്കും. ഇതിന്റെ വെളിയിൽ കൂടെ എല്ലാം വെള്ളം. ആ വഴിയല്ല. അയ്യോ എനിക്ക് അങ്ങോട്ടൊക്കെ വരാൻ വയ്യ. ബാക്കി വഴി പറഞ്ഞുതരാം. വെറുതെ അതിനകത്തോട് ഇറങ്ങല്ലേ. കുഴിയുണ്ട്. ചുമ്മാ കുളിക്കാത്ത
മോനു കുഴി എവിടാന്ന് അറിയത്തില്ല, ചുമ്മാ ഇറങ്ങല്ലേ. എനിക്ക് വെള്ളത്തിന്റെ കൂടെ കാണാം. അതിന്റെ സൈഡിൽ കൂടെ കുഴിയാണ് ഇതിനകത്ത്. ഹരി അന്ന് വീണത് അതിനകത്ത. ഹരി കുഴി വീണെന്ന് പറഞ്ഞു. തെന്നും കേട്ടോ, പാറയാന്നേ. എന്തുവാടാ ഇല്ലിരിക്കുന്നേ കല്ല്. ഞാൻ വിചാരിച്ചു പാമ്പാന്ന്. പിന്നെ എത്ര വലിയ ഞാൻ ഓർത്തു ആമയാണെന്ന്. വലിയ പാമ്പിരിക്കുന്ന പോലെ ഉണ്ട്. തോണ്ട കണ്ടോ, കഴിഞ്ഞു. നോക്കട്ടെ. മാർക്കി ഞാൻ പാമ്പൊന്നും അല്ല, അങ്ങോട്ട് പോണ്ട. അല്ല ഇതിലേ ഇറങ്ങിപ്പോ. വേണ്ട പോണ്ട, ആ വഴി അങ്ങോട്ട് പോണ്ട. അങ്ങോട്ട് പോണ്ട, അവിടെ ഭയങ്കര അല്ലേ കല്ല് കിടക്കുന്നിടത്തോടൊപ്പം. വേണ്ട വേണ്ട. ഈ ഇവിടെ വന്ന് ഇങ്ങനെ നിക്കാനാണ്, കാല് കഴുകണ്ടേ. അല്ല അതായത് അമ്മ അങ്ങോട്ട് ഇറങ്ങല്ലേ. ഞാൻ അതൊന്നും അങ്ങോട്ടൊന്നും പോവരുത്. ഇല്ല മാറിക്കോ, ഞാൻ എടുക്കാം. തെന്നും കേട്ടോ. ഓടേ ഓടിച്ച മോനെ ഒരു പൂരിട്ടെ. വേണ്ട, മോൻ ഇറങ്ങണ്ട. അത് അത് ഓ വേണ്ട, ചിലപ്പോ അങ്ങനെ. മാറിക്ക, നല്ല തണുത്ത വെള്ളം. നീന്താൻ പോലും അറിയത്തില്ല. ഇവിടെ വന്നിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങണ്ടായോ? പാറയാ ഇവിടെ വന്നിട്ട് ഇവിടെ എല്ലാം പാറയാ. ഞാൻ വെച്ച് മണ്ണാ. നോക്കട്ടാ, കണ്ണാടിയൊക്കെ കിടക്കുന്നു. ഇവിടെ കിടക്കുന്ന കല്ല് കണ്ടോളെ, ഞാൻ കാണിക്കാം. ഞാൻ വിചാരിച്ചു ഏതാണ്ട് ജീവികൾ ചുറ്റിക്കിടക്കും, അത് കാണിക്കാതെ. നല്ല പളങ്ക് പോലത്തെ വെള്ളം. കണ്ടോ, ഇത് കണ്ട് ഞാൻ പേടിച്ചു പോയി. ഈ സാധനം കണ്ട് ഞാൻ പേടിച്ചു പോയി. നല്ല രസമുണ്ടല്ലോ. മുട്ട അവിടെ അങ്ങ് ഇറങ്ങി കുളിക്കാം കേട്ടോ. കുളിക്കും അവിടെ കണ്ടോ. ഉരുളൻ കല്ല്. ഈ കല്ല് കണ്ടോ, മുട്ട പോലെ ഇരിക്കുന്നു. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള കല്ല്. ഇനി നമുക്ക് കൊണ്ടുപോയാലോ? അടിച്ചു മാറ്റിയാച്ച്. ഈ കല്ല് കണ്ടോ, ഈ കല്ല് കണ്ടോ, കൊണ്ടുപോവാ.
മത്സ്യകന്യാനെ കാണണം. ഇനി വന്നേ നോക്കിയേ. ഇതൊക്കെ പായല കേട്ടോ, പായലുണ്ട്, ഇറങ്ങുന്നില്ല. ഒക്കെ വീടുകളൊക്കെ ഉണ്ട്, പക്ഷെ എന്തോ ഒരു പേടി എനിക്ക് ഇവിടെ നിൽക്കാൻ. ഒരു മത്സ്യകന്യകനെ കാണണം, അതാണ്ട മത്സ്യകന്യകൻ. ഒരാളവിടെ മുങ്ങി കുളിക്കുക കേട്ടോ, വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞത് കൊണ്ട് വീഡിയോ എടുക്കുന്നില്ല. നീരാട്ടൊക്കെ കഴിഞ്ഞ് രണ്ടുപേരെയും വിളിച്ച് കയറ്റിയിട്ടുണ്ട്. ഡ്രസ് മാറും. വലിയ കുഴികളുണ്ട് കണ്ടോ, ഇത് കണ്ടോ, ഇതൊരു വലിയ കുഴിയാ. നമ്മൾ അറിയത്തില്ല, നമ്മൾ നേരെ വന്ന് ഇങ്ങനെ ഇറങ്ങും. ഇപ്പൊ വെള്ളം കുറവായിട്ട് കുഴപ്പമില്ല, വെള്ളമുള്ള സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഈ ഇറങ്ങുന്നിടത്ത് വലിയൊരു കുഴിയാണ്. പിന്നെ ഒരു വട്ടത്തിൽ ഇച്ചിരി മണ്ണൊക്കെ ആയിട്ട് കിടക്കുന്നു. അതൊക്കെ എന്തോ സംഭവം എന്നറിയത്തില്ല. കുറച്ചേരം ഇരുന്നപ്പോ നല്ല കാറ്റൊക്കെ ഉണ്ട്, സന്തോഷമൊക്കെ തോന്നി കേട്ടോ. വെള്ളത്തിൽ ചാടി വെള്ളം നെറുകെ കയറി, ശ്വാസം പോയി, പേടിച്ചു പോയി. തെന്നുവേ, അവിടെ വെച്ചങ്ങ് ഒലക്കേ, അവിടെ വെച്ചങ്ങ് ഒലച്ചിട്, ഇങ്ങോട്ട് ഇറങ്ങണ്ട. ഈ ഡ്രസ് മാറുമുട്ടെ, ഒന്ന് മാറണ്ടേ തന്നെ. എനിക്ക് ഇനി വലിയ ചാടാണ് വീണാല് അടങ്ങിയിരുന്നത്. പിന്നെ നല്ല തണുപ്പ്. അയ്യോ, നല്ല തണുപ്പ് കേട്ടോ. പക്ഷെ ഇതിനകത്തൊക്കെ ഇറങ്ങാൻ പേടിയ, തെന്നും കുഴിയാണ്. എന്നാലും ഇച്ചിരൊക്കെ ഇറങ്ങും. കാണിക്കണ്ട, ഇനി വീഴാനാ. നേരെ ചുവ നടക്കാൻ വയ്യ, അപ്പോഴേ ഈ പാറയുടെ പുറത്തൊക്കെ നീ എങ്ങനെ മോളിലോട്ട് കയറും. വാ പോവാം, വാ. കരിമ്പാറക്കൂട്ടം കണ്ടിട്ടുണ്ട്, പോണ്ട് ആനയുടെ പുറം. പുലിമുരുകൻ എവിടെ വെച്ചാ ഷൂട്ട് ചെയ്ത് അറിയത്തില്ല. പതുക്കെ പതുക്കെ, അവിടെ കുഴി ചെയ്തില്ലേ. എന്റെ ബാഗ് എന്തിയെ? നമ്മൾ പോവുകയാണ്. 1/4 മണിക്കൂർ കൂടി ഇരുന്നു, ഇനിയും പോവാം. വെള്ളത്തിൽ കിടന്നും ഇരുന്നും നിരങ്ങി, നല്ല തണുപ്പ്. ഒരു കടി കടിച്ചിട്ട് 500. വരാവോ? കണ്ട് അത് പോയി. പോയാക്കാൻ വണ്ടി ഭയങ്കര സൗണ്ട് ആയിരിക്കും, അതായത്
അവിടെ നല്ല സീനായിരുന്നു. അവിടെ നിൽക്കാൻ പറയരുത്. ഇത് ചെയ്തില്ലായിരുന്നേ, വഴിയായിരുന്നു. ഞങ്ങൾ ആ സ്കൂട്ടറും കൊണ്ട് അങ്ങനെ ചുറ്റിയാ ഉണ്ടാക്കിയേക്കുന്നത്. അതിനകത്ത് വണ്ടി ഇല്ലായിരുന്നമ്മേ. ഇപ്പോഴാണ് നട്ട്. 1 വർഷമായി കാണും. 1 2 1.5 അകത്തോട്ടുണ്ട്. ഞങ്ങളതെല്ലാം ഞങ്ങളുടെ പിള്ളേർ പറയുന്നില്ല. കേട്ടോ. ഞങ്ങൾ തോനെ വരെ പോകാൻ ഈ വണ്ടി കൊണ്ട് അന്ന് തട്ടലുണ്ട്. ചുമ്മാ അങ്ങനെയൊക്കെ ഈ വണ്ടി പോയത്. അത് അമ്മ ഗവൺമെന്റിന്റെ അന്ന് റോഡ് വണ്ടി നല്ല റോഡ് പറയാം. കല്ലിട്ടിരിക്കും. വെയിറ്റെന്ന് പറയുന്ന സാധനം നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. വീടിനടുത്തെത്താറായി. ഇതാണ് നമ്മൾ കൂടി നടക്കുന്ന നമ്മുടെ സ്വന്തം പള്ളി കേട്ടോ. ഇങ്ങനെ ഒരു വ്യൂ കാണാൻ നല്ല രസമില്ലേ? ഒരു 10,000 മുളക് പൊടി ഇട്ട് കൊടുത്തു. അതാ വേസ്റ്റിൻ്റെ ബക്കറ്റിലിടാവുള്ളൂ. ഇതിന് മിൽമ അതിനകത്തുണ്ട്. നിറച്ച് റോസാപ്പൂ അല്ല, റോസ് ചെമ്പരത്തിപ്പൂ. മുറ്റം ഒന്ന് തൂക്കണം. ഇനിയിപ്പം ചായ ഇട്ടിട്ട് മുറ്റം തൂക്കാൻ ഇറങ്ങും. പുളി പൂത്ത് നിപ്പുണ്ട്, പക്ഷേ നമുക്ക് പറിക്കാനെത്തുന്നിടത്തൊന്നും ഇല്ലല്ലേ. അതാണ്ട് ഇവിടൊക്കെ ഉണ്ട്. എവിടെ അറിയാലോ, എങ്ങനെ പിടിക്കുന്ന അറിയാലോ. ഗൈസ് ഞാൻ ഇറങ്ങട്ടെ. വേണ്ട. നമ്മുടെ ഇന്നത്തെ സമ്പാദ്യം. താഴെ വീണ കാല് മുറിഞ്ഞു ചതഞ്ഞു പോകും. ഇതാ നമുക്ക് ചുമ്മാ ഇതില് നമുക്ക് പെയിന്റ് ഒക്കെ അടിച്ച് തേച്ച് കഴുകി പെയിന്റ് ഒക്കെ അടിച്ച് നല്ല സുന്ദര കൂട്ടപ്പനാക്കി ഇവിടെ വെക്കും. എന്റെ അടുക്കളയിൽ വേണ്ട, ഇത് ഞാൻ പെയിന്റ് അടിച്ച് പൊട്ടൊക്കെ തൊട്ട് ഇവിടെ ഇരുത്തി സുന്ദരിമണിയാക്കി നമുക്ക് ഇവിടെ ഇരുത്താം അല്ലേ. സുന്ദരിപ്പെണ്ണാക്കി ഇവിടെ ഇരുത്താം. ചായ കുടിക്കാൻ നമ്മൾ ഇന്നലെ ചായ കുടിച്ചെടുത്ത് പോയി നോക്കി. ചായ കുടിക്കാൻ വേണ്ടി അവിടെ ചായ ഇല്ല. ഞായറാഴ്ചയല്ലേ, പാല് കുടിച്ചോണ്ട് ചായ ഇടാം. ചായ ഇട്ട് കപ്പലണ്ടിയും കഴിക്കും. വേറെ എല്ലാവരും കൂടെ ഉണ്ട്. അച്ചപ്പോയുണ്ട്. നോക്കാം. മുട്ട അവിടെ പോയി നീരാടി കുളിച്ചു. മുൻകൂട്ടനെ എനിക്ക് പേടിയായിരുന്നു. എന്നിട്ടും അതിനകത്ത് മൂന്ന് ശ്വാസം മുട്ടി. എന്തോ വെള്ളം നിറയെ കയറി. പരിചയമില്ലല്ലോ. ഇഞ്ചി ചായ ഇടണ്ടെന്ന് പറയാം. അപ്പം കടുപ്പത്തില് ഇമ്മിണി മധുരത്തില് ചായ ഇടാട്ടോ. ചായയൊക്കെ ഇട്ടു. അച്ചപ്പം പേർക്ക് ചായക്കകത്തിട്ടിട്ടുണ്ട്. കപ്പലണ്ടിയും കഴിക്കട്ടെ. ബാ മുത്തേ, ഇതാണ് ചായ. ബാ മോനിക്കുട്ടോ, വായോ. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും?
യഹോവേ എൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ചായ കുടിച്ചു കഴിഞ്ഞ് മുറ്റം തൂക്കാൻ അങ്ങോട്ട് ഇറങ്ങി. ഈ വർഷം മാത്രം തൂക്കാൻ ഇറങ്ങിയതാണ്, പക്ഷെ കരിയില കണ്ടപ്പോൾ അങ്ങ് തൂത്തുപോയി. പിന്നെ 4 വശം തൂത്തു. പിന്നെ തുണി കഴുകാൻ വാഷിംഗ് മെഷീൻ കേടായതുകൊണ്ട് ഞാൻ സോപ്പ് പൊടിക്കകത്ത് കുറച്ച് തുണികളുള്ളത് മുക്കി വെച്ചു. രാവിലെ കഴുകിയിടാം, അല്ലെ എല്ലാം കൂടെ ഒന്നിച്ചൊന്നിച്ച് കൂടി. ഇനി ഇതെപ്പോഴാണ് ശരിയാക്കുന്നതെന്നൊന്നും അറിയത്തില്ല. അപ്പം അതെല്ലാം കഴിഞ്ഞു, കുളിച്ചു, പ്രാർത്ഥിച്ചു. ഇനിയിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. ഇന്നത്തെ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്തില്ല. എഡിറ്റ് ചെയ്യാൻ കിടന്നപ്പോഴാണ് ഉറക്കം വന്ന് ഉറങ്ങി. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യാൻ വെച്ചിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് അത്താഴം കഴിക്കാൻ സമയമാവും. അങ്ങനെ ഇന്നത്തെ ദിവസവും പോയി കിട്ടി. ഇന്ന് കുഞ്ഞോനെ ജാനിക്കുട്ടിയൊന്നും കണ്ടില്ല. ഞങ്ങളങ്ങോട്ട് പോയില്ല. അതിൽ ഇവിടെ വന്ന് ചോറും കറികളും ഒക്കെ വെച്ചു. പിന്നെ ഞാനങ്ങ് കിടന്നു. പിന്നെ അവരയൽക്കൂട്ടത്തിലൊക്കെ അങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങൾ വൈകിട്ട് അങ്ങോട്ട് പോയി. അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. ഇനിയിപ്പം നാളെ കാണാം. ഞാൻ പറഞ്ഞില്ലേ, നട്ടുച്ചയ്ക്ക് ഞാൻ അവിടെ മരം മുറിച്ചത് നോക്കാൻ പോയപ്പോൾ അവിടെ പന്നി അതുവഴി ഓടിക്കും. റോഡിൽ കൂടെ, നമ്മൾ വരുന്ന റോഡിൽ കൂടെ. അപ്പോൾ ഇനിയിപ്പം രാത്രിയിലേക്ക് ഇറങ്ങുന്നില്ല. ഇനിയിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യട്ടെ. ഓരോരുത്തർക്ക് വിശപ്പൊക്കെ ആയി അടുക്കളയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ചോറുണ്ട്. പ്രാർത്ഥിച്ച് എവിടെയെങ്കിലും കിടന്നുറങ്ങാം. വീഡിയോ എഡിറ്റ് ചെയ്തില്ല, കാരണം നമ്മുടെ പ്രിയപ്പെട്ട ഒരു ചേച്ചി വിളിച്ച് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. മോനുകുട്ടന് ബ്രെഡ് ഏതാണ്ട് റോസ്റ്റ് ചെയ്യുക കേട്ടോ, ചോറ് വേണ്ട. അത് തേർഡ് 4th 5th 6th 7th. കാപ്പിരികളുടെ കൂട്ടിരിക്കുന്നു മുത്തിന്റെ മുടി. കാപ്പിരികളുടെ കൂട്ട്. കാപ്പിരികൾ കേട്ടിട്ടുണ്ട്? കാപ്പിരികൾ. ഉച്ചക്കലത്തെ കറികളൊക്കെ തന്നെയായിരുന്നു അത്താഴത്തിനും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലോങ് വീഡിയോ എൻ്റെ പ്രിയങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറയണം കേട്ടോ. നാളെ കാണാമേ. കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.